എഴുന്നേറ്റപ്പോഴേക്കും 7:30 ആയിട്ടോ. കൺമണിക്ക് ഇവിടുന്ന് ഒരു 9:30 ആകുമ്പോൾ പോയാൽ മതി. അവൾക്കിന്ന് കൊണ്ടുപോകാൻ പനീറായിരുന്നു. പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഒരു മുട്ടയും അതുപോലെ തന്നെ കുറച്ച് പാലും ആക്കി കൊടുത്തു കേട്ടോ. അവൾക്ക് സ്കൂളിൽ പോകാൻ ഒരു താല്പര്യമില്ല. കാരണം അവൾക്ക് ഇന്നലെ രാത്രി ഇന്നൊക്കെ വന്നിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് കരയായിരുന്നു. കരഞ്ഞ് ഇന്നലെ രാത്രി അതുപോലെ ഇന്ന് രാവിലെയൊക്കെ കുറേ വോമിറ്റ് ചെയ്തു. പിന്നെ ഞാൻ എങ്ങനെയൊക്കെയോ സമാധാനിപ്പിച്ച് ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ. പിന്നെ എക്സ്ട്രാ ഡ്രസ്സൊക്കെ ബാഗിൽ കൊണ്ടുപോകാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ അവർ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ പാക്ക് ചെയ്ത് വിട്ടിട്ടുണ്ട്. പിന്നെ പോകുമ്പോഴൊക്കെ ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. അവിടെ ഇറങ്ങുമ്പോൾ കാറിൽ നന്നായിട്ട് കരയുന്നുണ്ടായിരുന്നു. പിന്നെ അവിടെ പോയിട്ട് പ്രെയറും അതുപോലെ തന്നെ അവർക്ക് സൂംബ ഡാൻസൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ആൾ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ അവിടെ തന്നെ നിൽക്കുന്നതുകൊണ്ട് ഞാൻ അവിടെ തന്നെ നിൽക്കുന്നുള്ളൊരു പ്രതീക്ഷയിലായിരുന്നു. അങ്ങനെ ഞാൻ ഒരു 11 മണി വരെ അവിടെ തന്നെ നിന്നു കേട്ടോ. പിന്നെ അവൾ ക്ലാസ് ടീച്ചറോട് ചോദിച്ച് അവൾ ഓക്കെ ആണെന്ന് അറിഞ്ഞപ്പോഴാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത്. അങ്ങനെ ഞങ്ങൾ നേരെ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അശ്വിൻ ബിസിബലെ ഭാഗത്തും ഞാൻ ഇഡ്ഡലിയും വടയും കേട്ടോ. ഇന്നലെ ഞാൻ ഒരു ദിവസം അവളുടെ സങ്കടം കണ്ടിട്ട് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇന്ന് ഞാനും ഫുഡൊക്കെ കഴിച്ചു. ഞാൻ ജസ്റ്റ് വീട്ടിലെത്തി കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം. ബൈ ബൈ, സീ യു.